മരങ്ങളെ സ്നേഹിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. ഇപ്പോൾ കേരളമാകെ കൊടും വേനലിലാണ്. ഈ സമയത്ത് മരങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അവയുടെ താഴെ നമുക്ക് നല്ല തണലും തണുപ്പും അതുപോലെ മനസ്സിന് നല്ല കുളിർമയും ഉണ്ടാകും. കൂടാതെ ഈ മരങ്ങൾ നമുക്ക് ഫ്രഷ് ഓക്സിജൻ തരുകയും അധിക കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുകയും ചെയ്യും. കൂടാതെ മലിനമായ വായുവിലുള്ള കണികകളെ ഇവ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. സിറ്റികളിലോ നഗരങ്ങളിലോ നമ്മൾ താമസിക്കുമ്പോൾ സ്ഥലപരിമിതിയും അതുപോലെ വേണ്ടത്ര നല്ല മണ്ണും ഇല്ലാത്തതുകൊണ്ട് വലിയ മരങ്ങൾ നടാൻ നമുക്ക് സാധിക്കാറില്ല. അഥവാ കുറച്ച് സ്ഥലത്ത് നമ്മൾ മരങ്ങൾ നടുകയാണെങ്കിൽ ഇവയുടെ വേരുകൾ നമ്മുടെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും നമ്മുടെ ഡ്രെയിനേജ് സംവിധാനങ്ങൾക്ക് തകരാറുണ്ടാക്കുകയും ചെയ്യുന്നു. ഒരു മരം ഏതാണ്ട് 150 കിലോയോളം കാർബൺ വലിച്ചെടുക്കുന്നു ഒരു വർഷത്തിൽ. അതിനർത്ഥം നമുക്ക് കൂടുതൽ മരങ്ങൾ ആവശ്യമാണ്. സിറ്റികളിലെ വായു എപ്പോഴും മലിനമാണ്. എന്തുകൊണ്ടാണ്? അവിടെ എപ്പോഴും വാഹനങ്ങളുടെ പുകയും കെട്ടിടങ്ങൾ പുറപ്പെടുവിക്കുന്ന ചൂടും മൂലമാണ്. ഡൽഹി പോലുള്ള നഗരങ്ങളിൽ വായു മലിനീകരണം വളരെ രൂക്ഷമാണ്. ഇതിനൊരു പരിഹാരം എന്താണ്? നമുക്ക് മരങ്ങൾ വച്ചു പിടിപ്പിക്കാൻ സാധ്യമാകുകയില്ലല്ലോ സിറ്റിയിൽ. അപ്പോൾ ഒരു മരത്തിനെ നമുക്ക് വെള്ളത്തിൽ നട്ടുപിടിപ്പിച്ചാലോ? അത് സാധിക്കുമോ? തീർച്ചയായും. ഇതാണ് ഫോട്ടോ ബയോ റിയാക്ടർ. ഈ ഫോട്ടോ ബയോ റിയാക്ടറിൽ 20 വർഷം പഴക്കമുള്ള ഒരു വൻ മരം സ്ഥിതി ചെയ്യുന്നു. ഇതിനെ നമ്മൾ ലിക്വിഡ് 3 എന്നാണ് പേരിട്ടിരിക്കുന്നത്. നമ്മുടെ ബസ് സ്റ്റോപ്പുകളിലും മറ്റും ഇരിക്കാനുള്ള ബെഞ്ചുകൾ ഉണ്ടല്ലോ, അവയ്ക്ക് പുറകിൽ പരസ്യങ്ങൾ പതിപ്പിച്ച ബോർഡുകൾ കാണാറില്ലേ? ഈ പരസ്യ ബോർഡുകൾക്ക് പകരമായി നമുക്ക് ലിക്വിഡ് 3 ഫോട്ടോ ബയോ റിയാക്ടർ സ്ഥാപിക്കാവുന്നതാണ്. ഇതിൽ ഒരു സിംഗിൾ സെല്ലുള്ള മൈക്രോ ആൽഗെ വളരുന്നു. ഇവയ്ക്ക് വളമോ മറ്റ് ന്യൂട്രിയൻസോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് തരുന്ന ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രയോജനങ്ങൾ അനവധിയാണ്. ഫോട്ടോ ബയോ റിയാക്ടർ ആ പ്രദേശമാകെ ശുദ്ധമായ ഓക്സിജൻ പ്രദാനം ചെയ്യുന്നു. വായുവിലുള്ള മലിനമായ കണികകളെ ഇവ വലിച്ചെടുക്കുന്നു. ഈ ഫോട്ടോ ബയോ റിയാക്ടറിൽ നമുക്ക് ഒരു സോളാർ പാനൽ ഘടിപ്പിക്കാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ രാത്രികാലങ്ങളിൽ ഇവ പ്രകാശം തരുന്നു. ഈ സോളാർ പാനൽ മുഖേന നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഈ മൈക്രോ ആൽഗയെ ഒരു മികച്ച വളമായി ഉപയോഗിക്കാവുന്നതുമാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചെറു കുളങ്ങളിൽ കാണുന്ന സ്പൈറുലിന, ഡ്യൂനാലെല്ല, ക്ലോറല്ല വൾഗാരിസ് ഇവയെല്ലാം മൈക്രോ ആൽഗെ ഇനത്തിൽ പെടുന്നു. ഇവയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതിനാൽ ആഹാരമായും ഇവ ഉപയോഗിച്ചു വരുന്നു. ഫോട്ടോ ബയോ റിയാക്ടർ നമ്മുടെ നഗരങ്ങളുടെ ഭംഗി തന്നെ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കാം. കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള പരിഹാര മാർഗമായും സ്മാർട്ട് നഗര വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതിയായും ഈ സിസ്റ്റത്തിനെ നമുക്ക് പ്രയോജനപ്പെടുത്താം. വരും തലമുറ നല്ല വായുവിന് വേണ്ടി ഓക്സിജൻ കിയോസ്കുകളെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ നമുക്ക് ഫോട്ടോ ബയോ റിയാക്ടറിലൂടെ പരിഹരിക്കാം. എല്ലാവർക്കും ഇഷ്ടമായോ? ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.